രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങിയത്. പക്ഷെ കുറച്ച് വലിയ ഉറക്കമായി പോയി. എഴുന്നേറ്റത് ഉച്ചക്കായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അമ്മ ഭയങ്കര കാര്യമായിട്ട് മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നു. എന്നാൽ പിന്നെ മീൻകറിയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേടാ നമ്മുടെ വീടിന്റെ പുറകിൽ കുറച്ച് പണിയൊക്കെ നടക്കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുറച്ച് മോട്ടിവേഷൻ കിട്ടാൻ ആദ്യം തന്നെ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ പോയി കുളിച്ചൊന്ന് റെഡി ആകുമ്പോഴേക്കും എനിക്കൊരു കുറച്ച് മോട്ടിവേഷനും പ്രൊഡക്റ്റീവ് ഡേ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും പിന്നെ കുറച്ച് ഫൗണ്ടേഷൻ ഇടാന്ന് വെച്ചാൽ NYBയുടെ 3-in-1 ഫൗണ്ടേഷൻ ആയിട്ടേക്കണം കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടോണും പറ്റും. അതുപോലെ ഈവൻ ടോൺ ആക്കാനും നറിഷ് ചെയ്യാനൊക്കെ നല്ലൊരു പറ്റിയ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. അങ്ങനെ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തി ഒന്ന് ഫുൾ സെറ്റ് ആയിട്ട് ലിപ്സ്റ്റിക്കും പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. പിന്നെ മുടിയൊക്കെ ഒന്ന് പുറത്തു പോയിട്ടും ജസ്റ്റ് ചീവി കൊടുത്തുട്ടോ. അപ്പൊ അച്ഛൻ തേടാ ഭയങ്കര പണിയിലാണ്. ഞാൻ നേരെ വന്ന് എഡിറ്റിംഗ് ഒക്കെ തുടങ്ങി. അതേപോലെ എന്റെ ബ്രദറും വിളിച്ചു. ഇതാണ്ട് ബ്രദർ കേട്ടോ, ഇതാണ് ഹസ്ബൻഡ്. അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അമ്മ ചെറിയൊരു ചായ ഒക്കെ തന്നു. ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പിള്ളേർ സെറ്റ് വന്നു. പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം കളിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ നോക്കിയത് എന്റെ ഫൗണ്ടേഷൻ ഇതുവരെ ഇളകിയിട്ടില്ല. അങ്ങനെ തന്നെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ. എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, നമ്മൾ നന്നായിട്ടൊന്ന് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രൈഡ് ലുക്ക് ഫീൽ ചെയ്യും. എല്ലാ മലയാളികൾക്കും അങ്ങനെ തോന്നുന്നുള്ളൂ. എന്തായാലും പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം. പിന്നെ കുറച്ച് ചെടി പരിപാടികളും കാര്യമായിട്ട് അങ്ങനെ